രാജ്യത്തെ തലസ്ഥാനത്തെ മുക്കി കനത്ത മഴ തുടരുന്നു. ഡൽഹിയിൽ റോഡ് റെയിൽവേ ഗതാഗതം താറുമാറായി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 300ഓളം വിമാന സർവീസുകൾ വൈകി. ഹരിനഗറിലെ ക്ഷേത്ര മതിലിടിഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം 8ആയി. യമുനാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. ഇരുകരകളിലുമുള്ളവർക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, രാജ്യ തലസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഡൽഹിയിൽ റോഡ്, റെയിൽവേ, അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ മഴയെ മൂലം താറുമാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിനഗറിൽ ക്ഷേത്ര മതിലിടിഞ്ഞു വീണ മരിച്ചവരുടെ എണ്ണം 8ആയി മാറുന്നുണ്ട്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നേരിയ ഒരു ശമനമുണ്ട്, മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും പക്ഷേ ഈ യമുനയിലെല്ലാം തന്നെ അപകടനിലയ്ക്ക് അപ്പുറത്തേക്ക് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ളവർക്ക്, താമസിക്കുന്നവർക്കും പ്രദേശത്തുള്ളവർക്കും എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിക്കരയിലേക്കോ ഭാഗങ്ങളിലേക്കോ ഒന്നും ഇറങ്ങരുത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു പ്രളയ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രദേശത്തുള്ളവരെ എല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഡൽഹിയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോഴുമുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലടക്കം ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഗതാഗതത്തിനെല്ലാം തന്നെ നേരിയ രീതിയിൽ ഒരു പ്രശ്നം, താറുമാറാവുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വ്യോമഗതാഗതം. വലിയ രീതിയിൽ തന്നെ വ്യോമഗതാഗതത്തെ ഈ ഒരു വെള്ളക്കെട്ടും മഴയും എല്ലാം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 300ഓളം വിമാനങ്ങളാണ് വൈകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ ഒരു പ്രകൃതി മൈതാനിൽ കഴിഞ്ഞ ദിവസം 100.3 മില്ലിമീറ്റർ മഴയാണ് പെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മഴ പെയ്തു, വലിയ രീതിയിൽ വെള്ളക്കെട്ടും അപകടങ്ങൾക്കും എല്ലാം ഉള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ 2 ദിവസം കൂടി ഈ മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത്. കാലാവസ്ഥ കേന്ദ്രം അടക്കം അറിയിച്ചിട്ടുള്ളത് 2 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് ഡൽഹിയിൽ സാധ്യതയുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഡൽഹിയിലെ മിക്ക ജില്ലകളിലും ഇന്നും റെഡ് അലേർട്ട് തന്നെയാണ്. ഇതിനിടയിൽ ഈ കൽക്കാജി നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഷി, ഈ ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള അതിഷി വലിയ രീതിയിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രി BJP സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എക്സിലടക്കം ഇത് സംബന്ധിച്ച് അതിഷി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം BJPയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്, ഭരണം കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന, ഈ റോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് അതിഷി വലിയ രീതിയിൽ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഹരിഹർ നഗറിൽ ഇത്തരത്തിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 8 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേർ നേരത്തെ മരിച്ചിരുന്നു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ മരണസംഖ്യ 8ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് മറച്ച വീടിന് മുകളിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത്. തുടർന്നാണ് ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയും 8 പേരോളം മരിക്കുന്ന ദാരുണമായ മരണമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മരണം നടന്ന് ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞാണ് പലരും ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ശനിയാഴ്ച രാവിലെ മുതൽ, ഇന്നലെ രാവിലെ മുതലൊക്കെ അവിടെ കനത്ത മഴ തന്നെയാണ്. ഇന്നിപ്പോൾ ഏകദേശം ഈ ഒരു രാവിലെയാണ് മഴയ്ക്ക് നേരിയ ഒരു ശമനം എന്ന് പറയാനാവുന്നത്. എന്തായാലും 2 ദിവസം കൂടി ഈ ഒരു മഴ ഇങ്ങനെ തന്നെ ശക്തമായ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. രേണുക, വിജിത, അതോടൊപ്പം തന്നെ ഈ മരിച്ച 8 പേരും ഈ ഒരു കുടുംബത്തിലുള്ളവരാണെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സൂചിപ്പിച്ചതുപോലെ ഈ മരിച്ച എല്ലാവരും ഈ ഒരു കുടുംബത്തിലുള്ളത് എന്നാണ് നമുക്കും അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ കുഴപ്പമില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ മരണസംഖ്യ 8ആയി എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ നമുക്ക് ലഭിച്ച വിവരം. രേണുക, ശരി വിജിത, വ്യക്തമാണ്. രാജ്യ തലസ്ഥാനത്തെ മുക്കി കനത്ത മഴ തുടരുന്നു. ഡൽഹിയിലെ റോഡ്, റെയിൽവേ ഗതാഗതം, അന്താരാഷ്ട്ര വിമാനത്താവളത്തെ 300ഓളം വിമാന സർവീസുകൾ വൈകി. മഴയും മൂലമാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഹരിനഗറിൽ ക്ഷേത്രം മതിലടിഞ്ഞ് ഇന്നലെ ആക്രി കച്ചവടക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഈ ക്ഷേത്രമതിൽ ഇടിഞ്ഞത്. മരിച്ചവരുടെ എണ്ണം ഈ അപകടത്തിൽ 8ആയി ഉയർന്നു. യമുനാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇരുകരകളിലുമുള്ളവർക്ക് പ്രളയ മുന്നറിയിപ്പ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് വിജിതയാണ്.